ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഹിഫ്ളൻ വഅദബൻ കാമിലാ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ واغفر لنا وارحمنا ولوالدينا لمشايخنا ورفع درجاتهم ولمصنف هذا الكتاب ولمحشيه والشراه والصالحين واجعلنا من المخلصين وتقبل جميع خدماتنا. നിസ്കാരത്തിലെ കറാഹത്തുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരിഞ്ഞു നോക്കൽ കറാഹത്താണ് മുഖം കൊണ്ട്. അതുപോലെ ആകാശത്തേക്കോ മറ്റു ജോലിയാക്കുന്ന ചിത്രങ്ങളിലേക്കോ വസ്തുക്കളിലേക്കൊക്കെ നോക്കൽ നിസ്കരിക്കുമ്പോൾ കറാഹത്താണ്. മുന്നിലേക്കോ വലതുഭാഗത്തേക്കോ തുപ്പൽ കറാഹത്താണ്. നിസ്കാരമല്ലാത്തപ്പോഴും കറാഹത്താണത്. ഇനി അടുത്തത് പറയുന്നു, കശ്ഫു റഅ്സിൻ, തല തുറന്നിടൽ കറാഹത്താണ്. വമങ്കിബിൻ, തല തുറന്നിടലേ കറാഹത്താണ്. വമങ്കിബിൻ, ചുമല് തുറന്നിടലും. ചിലരുണ്ട് തലി തൊപ്പിട്ട് കണ്ട് കുപ്പായിടാതെ തോളിലൊരു മുണ്ടും വെക്കാതെ നിസ്കരിക്കും. അങ്ങനെ പാടില്ല. വമങ്കിബിൻ, ചുമല് തുറന്നിടൽ കറാഹത്താണ്. വൽത്തിബാഉൻ, അത് കശ്ഫു എന്ന ആ നായിഫായിൽമക്കാണ്. വൽത്തിബാഉൻ, പൂനൂൽ വേഷം ധരിച്ച് നിസ്കരിക്കലും കറാഹത്താണ്. പൂനൂൽ വേഷം ധരിക്കുക, അതായത് നമ്മളെ ഈ തവാഫ് ചെയ്യുമ്പോ ധരിക്കണ ഒരു രീതി ഉണ്ടല്ല, തോളിലിട്ട മേൽമുണ്ട് എന്താ ചെയ്യാ, വലത്തെ കൈയിന്റെ തായ്ഭാഗത്തിലൂടെ ഇട്ടിട്ട് വലത്തെ കൈത്തൊക്കിന്റെ അടിയിലൂടെ ഇട്ടിട്ട് വലത്തെ ചുമലിന്റെ മേലെ കൂടെ രണ്ട് തലകൾ ചുമലുമലിടുക. ഏതായിരിക്കട്ടെ. വൽത്തിബാവുൻ, പൂനൂൽ വേഷം ധരിക്കൽ നിസ്കരിക്കുമ്പോ കറാത്താണ്. വലൂമിൻ ഫൗഖിൽ ഖമീസി, അത് കുപ്പായത്തിന്റെ മുകളിലൂടെ ആണ് ഇട്ടതെങ്കിലും ശരി, കറാഹത്താണ്. ഖാലൽ ഗസാലിയു, ഗസാലി ഇമാം പറഞ്ഞു, ഫിൽ ഇഹ്യാഇ ലാ യറുദ്ദു, മടക്കി എടുക്കരുത് റിദാ, അവന്റെ മേൽത്തട്ടത്തെ, അവന്റെ തോളിലിടണ തുണി താഴെ വീണാല് തിരിച്ച് താഴത്തുനിന്ന് എടുത്തുകാണ്ട് തോളിൽ വീണ്ടും ഇടണ്ട. ലാ യറുദ്ദു റിദാ, മേൽത്തട്ടം മടക്കണ്ട. ഇതാ സഖത്തത് വീണാല്. ഇല്ലാലി ഉദിരിൻ, വല്ല കാരണവും ഉണ്ടായാലേക്ക്, ചൂട്, തണുപ്പോ ചൂടോ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലേക്ക്, ഇട്ടിട്ടില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേക്ക്. വമിസലു, അതുപോലെയാണല്ലോ ഇമാമത്തു, തലപ്പാവ്, അത് പോലോത്തോ. അതിപ്പോ തൊപ്പിയൊക്കെ താഴെ വീണാല് തലീക്കന്നെ പിന്നെയും കൗത്തിയൊക്കെ ഉണ്ടാകും, അതിന് നേരെ കിട്ടാ മതി. വകുരിഹ, കറാഹത്താക്കപ്പെടുന്നതാണ് സ്വലാത്തു, നിസ്കരിക്കല്, ബിമുദാഫാത്തി ഹദസിൻ, അശുദ്ധിക്ക് മുട്ടലോട് കൂടെ. ബിമുദാഫാത്തി ഹദസിൻ, അശുദ്ധിക്ക് മുട്ടലോട് കൂടെ നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പൊ ബാത്റൂമിക്ക് പോകാൻ മുട്ടുന്നുണ്ടെങ്കിൽ പോയി വന്നിട്ട് നിസ്കരിച്ച. കബൗലിൻ, മൂത്രം പോലെ. വഗായിത്തിൻ, ഗായിത്ത് പോലെ, മൂത്രം അപ്പുറത്തുള്ള സാധനമാണ് ഗായിത്ത്. വരീഹിൻ, കാറ്റ് പോലെ. അപ്പൊ അതിനൊക്കെ മുട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചു വരിക. ലിൽ ഖബറിൽ ആത്തി, പിറകെ വരുന്ന ഹദീസിന് വേണ്ടി. വലി അന്ന, നിശ്ചയമായും ആ മുട്ടൽ, മുദാഫാത്ത്, തുഖില്ലു ബിൽ ഖുശൂഇ, ഖുശൂഇനെ ഭംഗം വരുത്തും. ബൽ ഖാല ജംഅൻ, എന്നല്ല ഒരു സംഘം പറഞ്ഞു, ഇൻ ദഹബ ബിഹാ, ഈ മുട്ടൽ കാരണമായിട്ട്, മുദാഫാത്ത് കാരണമായിട്ട് പോയാല്, ഇൻ ദഹബ ബിഹാ, അതുകൊണ്ട് പോയാല്, ബത്തലത്ത്, ഇൻ ദഹബത്ത്, ഖുശൂ പോയാൽ, ബിഹാ, അത് കാരണമായിട്ട് ഭയഭക്തി പോകുന്നുണ്ടെങ്കിൽ, ബത്തലത്ത്, നിസ്കാരം തന്നെ ബാത്തിലാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം തന്നെ പോയി വന്നാ മതി, പിന്നെ പ്രശ്നം വരില്ല. വൈസന്നു, സുന്നത്താക്കപ്പെടലോ അവന്, തഫരീഖു നഫ്സിഹി, അവന്റെ മനസ്സിന്, അവന്റെ ശരീരത്തിനൊക്കെ എന്താക്ക, ഒഴിവാക്കല്, ഇങ്ങനത്തെ അശുദ്ധിയെ തൊട്ടൊക്കെ ഒഴിവാക്ക. ഖബല സ്വലാത്തി, നിസ്കാരത്തിന് മുമ്പ് തന്നെ ഒഴിവാക്കൽ. വൈം ഫാത്തത്തിൽ ജമാഅത്തു, ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി, ജമാഅത്തിനെ കാട്ടി ഇത് ഒഴിവാക്കല വേണ്ടത്. വലൈസലഹുൽ ഖുറൂജു, അവൻക്കില്ലാൽ ഖുറൂജു, പുറപ്പെടല്, മിനൽ ഫർളി, ഫർള് നിസ്കാരത്തു നിന്ന്. ഇദാ ത്വറഅത്ത്, ഈ മുട്ടൽ പുതുതായാൽ, ലഹു, അവൻക്ക്,
ഈ നിസ്കാരത്തിൽ തുടങ്ങിയ ശേഷം മുട്ടൽ വന്നാൽ നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. ഫർള് നിസ്കാരം തുടങ്ങിയ പിന്നെ വഹിക്കാൻ പാടില്ല. വലൈസലോ അവനില്ലാൽ ഖുറൂജു പുറപ്പെടൽ മിനൽ ഫർള് നിസ്കാരത്തിൽ ഇദാ തൊറഅത്ത് മുട്ടല് വെളിവായാൽ ലഹു അവന് ഫീ നിസ്കാരത്തിൽ വലാ തഖീറുഹു ഫർള് നിസ്കാരം പിന്തിക്കലും പറ്റൂല എന്ന് പറഞ്ഞാല് ഖളാ ആക്കാൻ പാടില്ല, സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല. ഇല്ലാഖ വഖ്തുഹു സമയം കുടുസായി എന്നതുകൊണ്ട് ആ മുട്ടണ് തീർക്കാൻ വേണ്ടി പോയിട്ട് നേരം വഹിക്കാൻ പാടില്ല. വൽ ഇബ്റത്തു അപ്പൊ നേരത്തെ പറഞ്ഞു മുട്ടുമ്പോ ഏതായ നിസ്കരിക്കൽ കറാഹത്താന്ന് അറിഞ്ഞു. അത് ഇനി ഒന്നുകൂടി വരിക്കാണ്. വൽ ഇബ്റത്തു പരിഗണന ഫി കറാഹത്തി ദാലിക മുട്ടുമ്പോൾ നിസ്കരിക്കൽ കറാഹത്താകുന്നതിലുള്ള പരിഗണന ബി വുജൂദിഹ മുദാഫത്ത് അതായത് മുട്ടൽ ഉണ്ടാവൽ കൊണ്ടാണ്. ഇന്ദ തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തക്ബീർ ചെല്ലുമ്പോ ഉണ്ടോ എന്നുള്ളതാണ്, അതിന്റെ മുമ്പുണ്ടോ ശേഷം ഉണ്ടോ എന്നുള്ളതല്ല. ഇന്ദ തഹറുമിൽ ഉണ്ടോ എന്നാണ്. കിട്ടോ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. വയംബഗി അത്യാവശ്യമാണ് യുൽഹഖ ബിഹി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മുട്ടലുണ്ടോന്ന് നോക്കൽ എന്ന് പറഞ്ഞു. അത്യാവശ്യമാണ് യുൽഹഖ ബിഹി ആ തക്ബീറിന്റെ സമയത്ത് ഉണ്ടാവലിനോട് ചേർക്കപ്പെടും. മാലവ് അറലത്ത് ലഹു അത് വില എത്ര എന്ന് ചോദിച്ചോക്ക്. ഇരുമ്പിന് വില എത്ര എന്ന് ചോദിച്ചോക്ക് ആദ്യം. വയംബഗി അത്യാവശ്യമാണ് യുൽഹഖ ബിഹി ഈ തക്ബീറിന്റെ സമയത്ത് ഉണ്ടാവലിനോട് ചേർക്കപ്പെടും. മാലോ അറലത്ത് ലഹു മാലോ അറലത്ത് മുട്ടൽ വെളിവായി ലഹു അവന് ഖബല തഹറുമി തഹറുമിന് മുമ്പേ വെളിവായി ഫസാലത്ത് പിന്നെ അത് നീങ്ങിപ്പോയി ഇല്ലാതെയായി. വ അലിമാവൻ അറിഞ്ഞു മിൻ ആദത്ത് അവന്റെ പതിവിൽ നിന്നും അന്നഹ നിശ്ചയമാ മുട്ട് തഊദ് അത് മടങ്ങി വരും ഇലൈഹി അവനിലേക്ക് ഫിസ്സലാത്ത് നിസ്കാരത്തിൽ. അപ്പൊ പിന്നെ നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്ത് തന്നെയാണ്, തക്ബീറിന്റെ സമയത്ത് മുട്ടും പോലെ തന്നെ. തുക്റഹു നിസ്കരിക്കൽ കറാഹത്താണ്. ഇനി മറ്റൊരു വിഷയം ബിഹളറത്തി ത്വആമിൻ ഭക്ഷണം ഹാലറായ സമയത്ത് ഷറാബിൻ പാനീയം വെള്ളം ഹാലറായ സമയത്ത് നല്ല ജ്യൂസ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. യുഷ്താഖുയിലെ അതിലേക്ക് ആഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്നാ പിന്നെ അത് കഴിച്ചിട്ട് നിസ്കരിച്ച. എന്തുകൊണ്ട്? കാരണം നിസ്കരിക്കുമ്പോൾ ഉള്ള ഇതേക്കാരം ഓർമ്മ. ലി ഖബരി മുസ്ലിമിന്റെ ഹദീസിന് വേണ്ടി ലാ സ്വലാത്ത നിസ്കാരമില്ലായി കാമിലത്തൻ പൂർണ്ണമായ ഹളറത്തി ത്വആമിൻ ഭക്ഷണത്തിന്റെ ഹളറത്തിൽ വെച്ച് വലാഹു വയുദാഫിഉഹു ഭക്ഷണത്തിന്റെ ഹളറത്തിൽ വെച്ച് ലാ സ്വലാത്ത ബിഹളറത്തി ത്വആമിൻ എന്നാണ് ഹദീസ്. ഐ കാമിലത്തൻ നിസ്കാരമില്ലാറിന് അവിടൊക്കെ ഉദ്ദേശം എന്താണ്? പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന നിലക്ക് നിസ്കാരമില്ല. ഭക്ഷണത്തിന്റെ ഹളറത്തിൽ വെച്ച് വലാഹു വയുദാഫിഉഹു അവന് മുട്ടുമ്പോയും അൽ അഖ്ബസാനി രണ്ട് അശുദ്ധി അൽ ബൗലു വൽ ഗായിത്തു അത് ഹദീസല്ല, അൽ ബൗലു വൽ ഗായിത്തു. ഇനി കറാഹത്തുള്ള മറ്റു സമയങ്ങൾ പറയുന്നു. കുരിഹ കറാഹത്താക്കപ്പെടും സ്വലാത്തു നിസ്കരിക്കൽ ഫീ ത്വരീഖി ബുന്യാനിൻ ബിൽഡിങ്ങിന്റെ ഇടയിലുള്ള വഴികളിൽ വെച്ച് ആളുകൾ പോകൂലേ. ലാ ബരിയത്തിൻ മരുഭൂമിയിലെ വഴിയിലല്ല, എപ്പോഴും ആളുണ്ടാവില്ല അവിടെ. വമൗലി മക്സിൻ ചുങ്കം വാങ്ങുന്ന സ്ഥലങ്ങളിലോ അതുപോലെ തന്നെയാണ് എല്ലാ തെറ്റുകളുടെ സ്ഥലങ്ങളും. ഹറാമായ ചുങ്കമാണ് ഉദ്ദേശം, അല്ലാതെ ഏതെങ്കിലും പാലുണ്ടാക്കിയിട്ട് അതിന്റെ വാടക വാങ്ങുന്ന ഗവൺമെന്റിന്റെ അത് ചുങ്കം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. ഹറാമായ നിലക്ക് അനധികൃതമായി ചുങ്കം വാങ്ങുന്ന സ്ഥലം അതാണ് ഹറാമായ ചുങ്കം. വബി മക്ബറത്തിൻ മക്ബറയിൽ വെച്ച് നിസ്കരിക്കലും ഖബറുള്ള സ്ഥലങ്ങള് ഖബറപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പൊ ആ ഖബറിന്റെ അടിയിൽ ഇല്ലമ്മ തഹഖഖ നബു ഷുഹാദ് കിളച്ച് മാന്തൽ ഉറപ്പില്ലെങ്കിൽ. എപ്പോഴാണ് മക്ബറയിൽ കറാഹത്താകല്? കിളച്ച് മാന്തിക്കണെന്ന് ഉറപ്പില്ലെങ്കിൽ. കിളച്ച് മാന്തിക്കണങ്ങളുള്ളത് എന്താ? കിളച്ച് മാന്തിക്കണെന്ന് ഉറപ്പുണ്ടെങ്കിട്ട് ആ മാന്തിയ മണ്ണിന്റെ മേലെ ഒന്നും വിറ്റാതെ നിസ്കരിക്കാണ്. അപ്പൊ അവിടെ ചിലപ്പോ നിസ്കാരം തന്നെ പാറ്റില്ല. കാരണം
അതിന്റെ ചീഞ്ചലങ്ങളൊക്കെ ഉണ്ടാവാൻ ഉണ്ട്. കാരണം അതിന്റെ ഉള്ളിൽ കിളച്ച് മാന്തിയതാണെങ്കിൽ ആ മണ്ണിൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉറപ്പില്ലെങ്കിൽ കറാഹത്ത്. സവാഉൻ അസ്വല്ല ഇലൽ ഖബരി, ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലും സമമാണ്. മക്ബറയിൽ നിസ്കരിക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് തിരിയലും സമമാണ്. ഖബറിന്റെ മേലെ നിസ്കരിക്കലും അമ്പി ജാനിബ്, അതിന്റെ സൈഡിൽ നിസ്കരിക്കൽ, അതിലേക്കൊന്നും തിരിയാതെ വേറൊരു സൈഡിലാണ്, എന്നാലൊക്കെ കറാഹത്ത്. കമാ നസ്സ അലൈഹി ഫിൽ ഉമ്മി, ഉമ്മിൽ ഇമാം ഷാഫി അത് വ്യക്തമാക്കി പറഞ്ഞു. വതഹ്റുമു സ്വലാത്തു, നിസ്കരിക്കൽ ഹറാമാണ്. ഖബരി നബി, ഒരു നബിയുടെ ഖബറിലേക്ക്, ഒരു നബിയുടെ ഖബറിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കല് ഹറാമ. ഔ നഹ്വി വലിയൻ, വലിയനെ പോലത്തവന്റെയും, തബറുക്കൻ ബറക്കത്തെടുക്കാനാവട്ടെ, ഔ ഇഹ്ലാമൻ ബഹുമാനിച്ചു കൊണ്ടാവട്ടെ, രണ്ടായാലും ഹറാമ് തന്നെ. നിസ്കരിക്ക സുജൂദ് അതൊന്നും പാടില്ല. സൈനുൽ ഇറാഖി എന്നവർ ചർച്ച ചെയ്തു അദമ കറാഹത്തി സ്വലാത്തി, നിസ്കരിക്കൽ കറാഹത്തില്ല. ഫി മസ്ജിദ്, ഒരു പള്ളിയിൽ, അവിടെ പുതുതായി ദഫ്നുന്നാസി, ജനങ്ങളെ മറമാടൽ, അവന്റെ ചുറ്റും, ആദ്യം പള്ളി ഉണ്ടായിന്, പിന്നെ അതിന്റെ ചുറ്റും ജനങ്ങളെ മറമാടലുണ്ടായി. അപ്പൊ ആ ഖബറിന്റെ അടുത്താണല്ലോ അപ്പൊ ഈ പള്ളി ഉള്ളത്. അപ്പൊ ഈ പള്ളിയിൽ നിസ്കരിക്കൽ കറാഹത്തില്ല. അപ്പൊ എന്താണ് അദമ കറാഹത്തി സ്വലാത്തി, നിസ്കാരം കറാഹത്തില്ല. ഫി മസ്ജിദ്, ഒരു പള്ളിയിൽ, ദഫ്നുന്നാസി, ജനങ്ങളെ മറമാടൽ പുതുതായി ഹൗലതിന്റെ ചുറ്റും. വഫി അർളി മഗ്സൂബത്തിൻ, നിസ്കരിക്കൽ ഹറാമാകുന്ന സ്ഥലങ്ങളാണല്ലോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഒന്ന് നബിയുടെ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കല് വലിയന്റെയും, വഫി അർളി മഗ്സൂബത്തിൻ, പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിലോ, ഒരാളത് പിടിച്ചു പറിച്ച ഭൂമിയിൽ നിസ്കരിക്കല് ഹറാമ. വതസ്രീഹു, നിസ്കാരം സഹീഹാണ്, ബിലാ സവാബിൻ, പ്രതിഫലം ലഭിക്കില്ല, ഹറാമാണ് എന്നാലും സഹീഹ. ഇവിടെ സഹീഹ് ആണ് എന്ന അർത്ഥത്തിന് ചില പണ്ഡിതന്മാർ ജാസ എന്നും പറയാറുണ്ട്. അതിന്റെ അർത്ഥം ഹറാമില്ല എന്നല്ല, സഹീഹാണ് എന്നുള്ള അർത്ഥത്തിന് ജാസ എന്ന് പറയും. സഹീഹ് ഹറാം രണ്ടാ വിഷയമാണ്. സഹീഹാകുന്നിടത്ത് ഹറാമ് വരും, ഹറാമാകുന്നിടത്ത് സഹീഹല്ല എന്ന് വരണമെന്നില്ല. കമാഫി സൗബിൻ മഖ്സൂബിൻ, പിടിച്ചു പറിച്ച വസ്ത്രത്തിലും, ആരാന്റെ വസ്ത്രം, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത തുണി വാങ്ങിക്കൊണ്ടോ നമ്മൾ അതിൽ നിസ്കരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ വിരിപ്പ്, ഒരാളെ മുസല്ല, അയാൾക്ക് ഇഷ്ടമില്ല, എന്നാ പിന്നെ അത് കൂലിയിട്ടൂല, ഹറാമോ. വെക്കതാ ഇതുപോലെ തന്നെയാണ് ശക്ക, സംശയിച്ചാൽ, ഫീ റിളാ മാലിക്, അതിന്റെ ഉടമസ്ഥന്റെ തൃപ്തിയിൽ, അപ്പോഴോ ഹറാമ. ലാ ഇൽ അന്നഹു, തൃപ്തിയുണ്ട് എന്ന് ഭാവിച്ചാലല്ല, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമാണ്. ബി കരീനത്തിന്, തെളിവ് കൊണ്ട് നടക്കാം. അയാളെ ഇനി വാക്കുകൊണ്ടുള്ള തൃപ്തി, സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലും തൃപ്തിയുണ്ട്, അവൻ നമ്മളെ കൂട്ടുകാരനാണ്, അവനക്ക് അങ്ങനത്തെ വെറുപ്പൊന്നുമില്ല, അവനക്ക് ഇഷ്ടമാണ് അവന്റെ തുണിയിൽ, അവന്റെ മുസല്ലിയിൽ നിസ്കരിക്കുക, എന്നാ കുഴപ്പമില്ല. വഫിൽ ജീലി എന്ന കിതാബിലുണ്ട്, ലൗലാക്കൽ വഖത്തു, സമയം കുടുസായി, സമയം കലാ ആകാനായി, വഹുവ, അവനാകുന്ന അർളി മഖ്സൂബത്തിൻ, പിടിച്ചു പറിച്ച ഭൂമിയിലാണ് നിൽക്കുന്നത്. ആരാന്റെ ഭൂമിയിലാ അപ്പൊ നിൽക്കുന്നത്? പിടിച്ചു പറിച്ചതാ, ഇഷ്ടമില്ല അവർക്ക്, അതിൽ നിൽക്കുന്നു, നിസ്കരിക്കുന്നു. അങ്ങനെ ഒരാൾ സമയം കുടുസായി, ലൗലാക്കൽ വക്തു, സമയം കുടുസായ എന്തായിക്കണേ, നിസ്കാരം കലാ ആകാനും വയ്ക്കണേ. അപ്പൊ അവിടുന്ന് ഇവിടെ പുറത്തേക്ക് വരുമ്പോ തന്നെ കലാവും. അപ്പൊ അത്രയും ദൂരം കണ്ട് ആ ഭൂമി വിടാനുണ്ട്. വഹു, അവൻ അർളി മൗസ്, പിടിച്ചു പറിക്ക ഭൂമിയില. എന്നാൽ അഹ്റമ, അവന് വേഗം ഇഹ്റാം ചെയ്യണം, കലാകുന്നുണ്ടെങ്കിൽ. നിസ്കാരം മാസ്യ, നടന്നതായ നിലയ്ക്ക് ഇഹ്റാം ചെയ്യണം. വിലക്കുന്നിടണ്ടേ, ഞാൻ നടന്നുകൊണ്ട്, അവൻ നടന്ന നിസ്കാരം നിസ്കരിക്കേണ്ടി. വറജഹുൽ അത്തിരി എന്നവർ അതിനെ റാജിഹാക്കിയിരിക്കണം. കാല ശൈഖുന പറഞ്ഞു, വല്ലതി യത്തജു, ന്യായമായ ഒരു അഭിപ്രായം, അന്നഹു ലാ യജൂസു ലഹു സലാത്തു ശിദ്ദത്തിൽ ഖൗഫ്, പേടി ശക്തിയായവനെ നിസ്കാരം അവിടെ നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈഖുന. അതാണല്ലോ റാജി. അപ്പൊ രണ്ടഭിപ്രായം ഉണ്ട്. നേരത്തെ പറഞ്ഞ് നടന്ന് നിസ്കരിക്കണം എന്നാണ്. ആ ഭൂമിയിൽ നിന്ന് തന്നെ വേഗം നടന്നു കണ്ട് അവിടുന്ന് വേഗം പുറത്തേക്ക് വരണം, അപ്പോൾ നിസ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് വരണം. ശൈഖുന പറഞ്ഞ ലാ യജൂസു ലഹു സലാത്തു ശിദ്ദത്തിൽ ഖൗഫ്, പേടി ശക്തിയായവൻ നിസ്കാരം ഇവിടെ നിസ്കരിക്കൽ ജായിസല്ല, അന്നഹു യൽസമുഹു തർക്കു, നിസ്കാരം ഒഴിവാക്കൽ അവൻക്ക് നിർബന്ധാണ്, ഹത്താ യഖ്റുജ മിൻഹു, അതിൽ നിന്ന് പുറപ്പെടുന്നത് വരെ. കമാ ലഹു തർക്കുഹ, അവൻക്ക് നിസ്കാരം ഒഴിവാക്കാൻ
പറ്റുന്നത് പോലെ തന്നെയാണ്. എന്തിനു വേണ്ടി? തഖ്ലീസി മാലി, അവന്റെ ധനം രക്ഷപ്പെടുത്താൻ വേണ്ടി. ഒരാള് നമ്മളെ പൈസ എടുത്ത് കണ്ട് പോയിക്കണ്, അപ്പൊ എന്താക്കാ, അവന് പിടിച്ചാ ഓടിയതാ, അവൻ നിസ്കാരം പിന്നെ നിസ്കരിച്ചാലും മതി. ആ ഓട്ടത്തില് കമാലോ അവൻക്ക് അനുവദനീയമായതുപോലെ തെർക്കു നിസ്കാര ഒഴിവാക്കല് തഖ്ലീസി മാലി, അവന്റെ ധനം രക്ഷപ്പെടുത്താൻ. ലൗ അഖദ മിൻഹു അവനിൽ നിന്ന് അതിനെ പിടിക്കപ്പെട്ടാല് ബല്ലൗല എന്നല്ല, ഏറ്റവും അത് ബന്ധപ്പെട്ടതാണ്. ഇത് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ഇത് ആരാന്റെ മുതലല്ല. അപ്പൊ അവിടെ പോയി നിസ്കരിക്കണ്ട, നിസ്കാരം പുറത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി എന്നാണ് ശൈഖുന പറയുന്നത്. നമ്മളെ മുതൽ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരം ഖളാക്കല്ല. അത് എന്നാ പിന്നെ ഇത് ഏറ്റവും ബന്ധപ്പെട്ടതാണ് നിസ്കാരം ഖളാക്കവിടെ എന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.